ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു അളവ് കുർത്തിയിൽ നിന്ന് അളവെടുത്തിട്ട് പുതിയൊരു കുർത്തി എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ അളവ് കുർത്തി വരുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ അതൊന്ന് നന്നായിട്ട് അയൺ ചെയ്തെടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഞാനിപ്പോൾ അതൊന്ന് നിവർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ, നല്ലോണം നിവർത്തി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൽ നിന്ന് നമുക്ക് അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് ഒരു പേപ്പറിലേക്ക് എഴുതി വയ്ക്കാം. ആദ്യം ഇതിൻ്റെ ഫുൾ ലെങ്ത്താണ് നോക്കുന്നത്. ഫുൾ ലെങ്ത്ത് എനിക്ക് കിട്ടിയിരിക്കുന്നത് 39 ഇഞ്ചാണ്. നമുക്ക് അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ചും കൂടെ ലൂസ് കൂട്ടണം. ലൂസല്ല, തയ്യൽ തുമ്പ് കൂട്ടണം. 39 + 1.5 ഇഞ്ച്, അതായത് 40.5 ഇഞ്ച് ലാണ് നമ്മൾ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അത് നമ്മൾ അളന്ന് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് ചെസ്റ്റിൻ്റെ അളവാണ്. ചെസ്റ്റിൻ്റെ അളവ് നമ്മൾ എത്രയാണോ കുർത്തിയിൽ നിന്നും അളവെടുത്തത് ആ അളവ് തന്നെ ഇവിടെ മാർക്ക് ചെയ്യുക. എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത് 19 ഇഞ്ചാണ്. ഞാൻ ആ 19 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി ഷേപ്പ് വരുന്ന ഭാഗത്തെ അളവെന്ന് പറഞ്ഞാൽ 16 ഇഞ്ചാണ്. അതും ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് സ്ലിറ്റിൻ്റെ ലെങ്ത്താണ്. അപ്പോൾ ഏറ്റവും ഷോൾഡറിൽ നിന്ന് നമുക്ക് ടേപ്പ് ഇങ്ങനെ നേരെ പിടിച്ച് നോക്കുമ്പോൾ സ്ലിറ്റിൻ്റെ ഓപ്പണിംഗ് വരുന്ന ഭാഗം കണ്ടോ, ആ ഭാഗത്ത് എത്രയാണ് അളവെന്ന് നോക്കണം. അവിടെ ഒരു 18.5 എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 18.5 മാർക്ക് ചെയ്യുന്നുണ്ട്. ഏറ്റവും മുകളിൽ ഭാഗത്തു നിന്ന്, അതായത് ഷോൾഡറിൽ നിന്ന് പിടിച്ചിട്ട് വേണം സ്ലിറ്റിൻ്റെ ലെങ്ത്ത് എടുക്കാൻ. അപ്പോൾ ഒരു 18.5 കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ സ്ലിറ്റിൻ്റെ ആ ഒരു തടം ഉണ്ടല്ലോ, അതായത് ആ ഒരു വിഡ്ത്ത്, സ്ലിറ്റിൻ്റെ രണ്ട് സൈഡിലെയും ഓപ്പണിങ്ങിൽ നിന്ന് ഉള്ള വിഡ്ത്ത് ടേപ്പ് ഇതുപോലെ വെച്ചിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു 19 ഇഞ്ചാണ്. അതൊന്ന് മാർക്ക് ചെയ്തു. ഇനി ഏറ്റവും താഴ്ഭാഗത്തായിട്ടുള്ള വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 20 ഇഞ്ചാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതൊരു മീഡിയം സൈസിലുള്ള ആളുടെ കുർത്തിയാണ്. അപ്പോൾ 20 ഇഞ്ച് മാർക്ക് ചെയ്തു. അപ്പോൾ ഇത്രയും അളവുകളാണ് നമുക്കുള്ളത്. ഇനി നമുക്ക് നെക്കിൻ്റെയും ആം ഹോളിൻ്റെയും അളവുകളൊക്കെ ഒന്ന് നോക്കണം. അപ്പോൾ നെക്കിന് ഞാൻ സാധാരണ ഒരു 3 ഇഞ്ച് അല്ലെങ്കിൽ 3.25 ഇഞ്ചൊക്കെയാണ് എടുക്കുന്നത്. സാധാരണ വണ്ണമുള്ള ആൾക്കാർക്കാണെങ്കിൽ ഒരു 3 ഇഞ്ചൊക്കെ മതിയാവും. ഞാനിവിടെ ഒരു അളന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു 6 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ നെക്കിൻ്റെ വിഡ്ത്ത് എന്ന് പറയുമ്പോൾ അതിൻ്റെ പകുതി വരും 3 ഇഞ്ച്. ഇനി നെക്കിൻ്റെ ലെങ്ത്ത് എന്ന് പറയുമ്പോൾ ബാക്ക് നെക്ക് ലെങ്ത്ത് മാത്രമേ ഞാനിവിടെ നോക്കുന്നുള്ളൂ. ഫ്രണ്ടിൽ ക്യാൻവാസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ട് നമുക്കതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഒരു 5 ഇഞ്ചോളം ബാക്കിൻ്റെ നെക്ക് ലെങ്ത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആം ഹോളിൻ്റെ അളവൊന്ന് നോക്കാം. ആം ഹോളിൻ്റെ അളവ് നോക്കാനായിട്ട് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ടേപ്പ് താഴേക്ക് പിടിച്ച് കഴിയുമ്പോൾ എത്രയിലാണോ ആ കറക്റ്റ് ആം ഹോൾ വരുന്നതെന്ന് നോക്കുക. എനിക്കിവിടെ 6 ഇഞ്ചാണ് കിട്ടുന്നത്. ഇനി നമുക്ക് ആം ഹോളിൻ്റെ റൗണ്ടും കൂടെ ഒന്ന് നോക്കാം. ആം ഹോൾ റൗണ്ട് 9 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് അളവുകൾ കിട്ടുന്നത്. ഇനി നമുക്ക് സ്ലീവിൻ്റെ അളവുകളും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം. സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് 14 ഇഞ്ചാണ്. അതായത് നമ്മുടെ സ്ലീവ് ജോയിൻ ചെയ്തേക്കണ ആ ഒരു പോയിൻറ്റിൽ നിന്ന് എൻഡ് വരെ നോക്കുക. അപ്പോൾ 14 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. ഇനി സ്ലീവിൻ്റെ റൗണ്ട് എന്ന് പറയുന്നത് താഴ്ഭാഗത്തെ ഓപ്പണിംഗ് ഉണ്ടല്ലോ, അതാണ്. അത് 5 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ട അളവെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ലീവിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗത്തെ ആ ഒരു വണ്ണം ഉണ്ടല്ലോ, കൈവണ്ണം എന്ന് പറയുന്നത്, അത് എത്രയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആ ഒരു ഷോൾഡറിൻ്റെ ആ ഭാഗത്ത് നിന്ന് ഒരു 6 ഇഞ്ച് താഴേക്ക് ടേപ്പ് പിടിച്ചതിന് ശേഷം ആ ഒരു ഭാഗത്തെ വണ്ണം അളന്ന് നോക്കുക. അപ്പോൾ അവിടെയും വണ്ണം 6 ഇഞ്ചാണ്. അപ്പോൾ 6 ഇഞ്ച് ലെങ്ത്തിൽ 6 ഇഞ്ച് വണ്ണം, അത്രയാണ് സ്ലീവിൻ്റെ കൈവണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ കൈവണ്ണം നമ്മൾ അളന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ്ങിൽ ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ലൈനിങ് 2 പീസായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്രണ്ടിലെയും ബാക്കിലെയും നമ്മൾ ഒരുമിച്ചിട്ടിട്ടാണ് കട്ട് ചെയ്യുന്നത്. ലൈനിങ്ങിൻ്റെ ലെങ്ത്ത് ഞാൻ എടുത്തിരിക്കുന്നത് 37 ഇഞ്ചാണ്. നമുക്ക് കറക്റ്റ് വേണ്ടത് 39 ഇഞ്ചാണ് ചുരിദാറിൻ്റെ ഇറക്കം. അപ്പോൾ ഒരു 37 ഇഞ്ചിൽ ലൈനിങ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 3 ഇഞ്ച് നെക്കിൻ്റെ വിഡ്ത്ത് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3.5 ഇഞ്ച് നമുക്കവിടെ ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്യാം. ഇനി ആ ഷോൾഡർ മാർക്ക് ചെയ്ത കറക്റ്റ് പോയിൻറ്റിൽ നിന്ന് നേരെ താഴേക്ക് നമുക്കൊരു 6 ഇഞ്ച് ആം ഹോൾ ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്യാം. ആം ഹോൾ ലെങ്ത്ത് കറക്റ്റ് 6 ഇഞ്ച് മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് മുകളിൽ ഷോൾഡർ അടിക്കാനായിട്ട് ഒരു 1/2 ഇഞ്ച് പോവും. അപ്പോൾ ടേപ്പ് ഒരു 1/2 ഇഞ്ച് കയറ്റി വെച്ചിട്ട് ഒന്ന് 6 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് ആ ഒരു ലൈന് ഇപ്പുറത്തേക്ക് ഇങ്ങനെ നീക്കി വരയ്ക്കുക. ഇനി നമുക്ക് ആ ഒരു ലൈനിലാണ് ചെസ്റ്റ് മാർക്ക് ചെയ്യേണ്ടത്. ചെസ്റ്റ് നമ്മൾ എത്രയാണോ ചുരിദാറിൽ നിന്ന് അളവെടുത്തേക്കണേ ആ കറക്റ്റ് ചെസ്റ്റ് തന്നെ മാർക്ക് ചെയ്യുക കേട്ടോ.
നമുക്ക് 19 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 9.5 ഇഞ്ച് വരും. 9.5 ഇഞ്ച്. പിന്നെ ഞാനിത് ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ട് ഒരു 1/2 ഇഞ്ചും കൂടെ കൂടുതൽ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു 10 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് നമുക്ക് വേണ്ടത് 9.5 അപ്പോൾ ഒരു 1/2 ഇഞ്ചും കൂടെ കൂട്ടി 10 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ 10 ഇഞ്ച് മാർക്ക് ചെയ്ത് ആ ഒരു പോയിന്റിലേക്ക് ഇതുപോലെ ആം ഹോൾ ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കുക. ഇനി നമുക്ക് ബോഡി ഷേപ്പ് വരുന്ന ഒരു ഭാഗം നോക്കാം. അതൊരു 13.5 ഇഞ്ച് ലെങ്ത്ത് താഴേക്കാണ്. കറക്റ്റ് 13.5 ഇഞ്ചിൽ ഒന്ന് മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് ആ ടേപ്പ് അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് നമുക്ക് സ്ലിറ്റിൻ്റെ ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്യാം. സ്ലിറ്റിൻ്റെ ലെങ്ത്ത് ഇവിടെ വരുന്നത് 18.5 ഇഞ്ചിലാണ്. അപ്പോൾ ഒരു 1/2 ഇഞ്ച് കയറ്റി വെച്ചിട്ട് വേണമെങ്കിൽ മാർക്ക് ചെയ്യാം. സ്ലിറ്റിൻ്റെ ലെങ്ത്ത് നമ്മളൊരു 18.5 ഇഞ്ചിൽ അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുമിച്ച് വെച്ച് അളന്ന് മാർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട്. ചെസ്റ്റ് അവിടെ നമുക്ക് മാർക്ക് ചെയ്യാവുന്നതാണ്. വേസ്റ്റ് പിന്നെ ഹിപ്പിൻ്റെ അളവ്. ഇപ്പോൾ ഈ 3 അളവുകളാണ് നമുക്ക് കറക്റ്റായിട്ട് അവിടെ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ ഞാനൊരു 9.5 ഇഞ്ച് പ്ലസ് 1/2 ഇഞ്ച് 10 ഇഞ്ച് മാർക്ക് ചെയ്തു. താഴെ ഞാൻ ഒരു 8 ഇഞ്ച് പ്ലസ് 1/2 ഇഞ്ച് 8.5 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്തു. പിന്നെ ഹിപ്പിൻ്റെ അവിടെ 19 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ നമുക്കൊരു 9.5 ഇഞ്ച് അവിടെ നമുക്ക് 1/2 ഇഞ്ച് കൂട്ടേണ്ട ആവശ്യമില്ല. കറക്റ്റ് എത്രയാണെന്ന് വെച്ചാൽ അത് മാത്രം അവിടെ അളന്ന് വെച്ചാൽ മതി. അപ്പോൾ മുകളിൽ ഞാൻ ചെസ്റ്റ് 9.5 ഇഞ്ച് പ്ലസ് 1/2 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വേസ്റ്റിൻ്റെ ആ ഭാഗത്ത്, അതായത് നമ്മുടെ ഷേപ്പ് വരുന്ന ഭാഗത്ത് ശരിക്കും നമ്മളൊരു 16 ഇഞ്ചാണ് വേണ്ടത്. ഞാനൊരു 8.5 ഇഞ്ച് ഇപ്പോൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. പ്ലസ് 1/2 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം മൊത്തം 17 ഇഞ്ച് വരും. താഴേക്ക് ഒരു 19 ഇഞ്ച്, അപ്പോൾ ഒരു 9.5 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. വേസ്റ്റിൻ്റെ ഭാഗത്ത് 17 ഇഞ്ചാണ് കേട്ടോ. 17 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. കുറച്ച് ലൂസ് ഇട്ടിട്ട് ഞാനത് കട്ട് ചെയ്യുന്നത്, കാരണം ഇത് കോട്ടൺ തുണി ആയതുകൊണ്ട് ഒന്ന് ചുരുങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടൊരു കുറച്ചൊരു ലൂസ് ഇട്ടിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ കറക്റ്റ് ആ ഒരു 3 ലൈനും കൂടെ ജോയിൻ ചെയ്ത് വരച്ചതിന് ശേഷം ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇടുന്നുണ്ട്. ഹിപ്പിൻ്റെ അവിടെ നമുക്ക് 1 ഇഞ്ച് മാത്രം തയ്യൽ തുമ്പ് ഇട്ടാൽ മതി. മുകളിലും നടുഭാഗത്തും നമ്മൾ 1.5 ഇഞ്ച് ഇട്ടിട്ടുണ്ട്. ഹിപ്പിൻ്റെ അവിടെ മാത്രം 1 ഇഞ്ച് ഇട്ടാൽ മതി. എന്നിട്ട് നേരെ താഴേക്ക് ആ ഒരു ലൈൻ വരയ്ക്കുക. താഴെ നമ്മൾ 20 ഇഞ്ച് ആ ഒരു താഴ്ഭാഗത്ത് വിഡ്ത്ത് മാർക്ക് ചെയ്തില്ല, ആ 20 ഇഞ്ചിലേക്ക് ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് ലൈൻ വരച്ചെടുക്കുക. പിന്നീട് ഒരു 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ഇട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ സ്ലീവിൽ ലൈനിങ് വെക്കുന്നില്ലാത്ത കാരണം സ്ലീവ് നമ്മൾ മെയിൻ ക്ലോത്തിലാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ ക്ലോത്തിൽ വെച്ചിട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ മെയിൻ ക്ലോത്ത് കറക്റ്റായിട്ട് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു വിഡ്ത്തിന് മാത്രം മടക്കിയിടുക. അല്ലാതെ നമ്മൾ നേരെ എടുത്തിട്ട് രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് ഒറ്റയടിക്ക് കട്ട് ചെയ്തെടുക്കരുത്. നമുക്ക് എത്രയാണോ ആ ലൈനിങ് കട്ട് ചെയ്തേക്കണം, അതിനാണ് നമ്മൾ ആദ്യം ലൈനിങ് കട്ട് ചെയ്തേക്കണത്. ആ ലൈനിങ് കട്ട് ചെയ്തേക്കണത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് എത്ര വിഡ്ത്തിൽ തുണി വേണമെന്ന് മനസ്സിലാവും. അപ്പോൾ ആ ഒരു വിഡ്ത്തിൽ വെച്ചതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാനുള്ളത് സ്ലീവാണ് കേട്ടോ. നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കണമായിരുന്നു. നല്ലോണം ചുളിവുകൾ അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. അയൺ ചെയ്തിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും. ഇനി നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് എത്രയാണെന്ന് വെച്ചാൽ 14 ഇഞ്ചാണ്. പ്ലസ് 1.5 ഇഞ്ചും കൂടെ കൂട്ടി 15.5 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലെങ്ത്തിൽ നമ്മൾ തുണി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ആം ഹോൾ റൗണ്ട് വരുന്നത് 9 ഇഞ്ചല്ലേ. അപ്പം നമ്മളൊരു 8 ഇഞ്ചിൽ ആ ഒരു വിഡ്ത്ത് ഒന്ന് മാർക്ക് ചെയ്യുകയാണ്. ആ 8 ഇഞ്ച് മാർക്ക് ചെയ്തതിൽ നിന്ന് ഒരു 3.5 ഇഞ്ച് ഒന്ന് ഉള്ളിലേക്ക് കയറ്റി മാർക്ക് ചെയ്യുന്നു. അതിന് ശേഷം ഏറ്റവും മുകളിൽ നിന്ന് 1 ഇഞ്ച് വിട്ടിട്ട് സ്ലീവിൻ്റെ ആ ഒരു ഷേപ്പിൽ നമ്മൾ വരച്ചെടുക്കും. ഇനി നമുക്ക് ആ കൈവണ്ണം എന്ന് പറഞ്ഞ ഭാഗമില്ലേ, അതായത് നമ്മളൊരു 6 ഇഞ്ച് താഴ്ത്തിയിട്ട് ഒരു 6 ഇഞ്ച് വിഡ്ത്തിൽ ഒന്ന് മാർക്ക് ചെയ്തില്ലേ, അതും കൂടെ ഒന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ നമ്മളൊരു 6 ഇഞ്ച് ലെങ്ത് എടുത്തു, അവിടെ ഒരു 6 ഇഞ്ച് വണ്ണത്തിലൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവിൻ്റെ ഓപ്പണിംഗ് വരുന്ന ഭാഗത്ത് 5 ഇഞ്ചാണ്.
അവിടെ മാർക്ക് ചെയ്തു. എന്നിട്ട് ഈ ഒരു 3 ലൈനും കൂടെ ഒന്ന് യോജിപ്പിച്ച് വരയ്ക്കുക. അപ്പോൾ സ്ലീവ് വരുമ്പോൾ ഇതുപോലെ ഒരു കർവ് ഷേപ്പിൽ വരണം. കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെയൊന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കുക. ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നതിന് മുമ്പ് ഇതൊന്ന് നമ്മുടെ ആ ലൈനിങ് പീസ് കട്ട് ചെയ്തിട്ടില്ലേ അത് വെച്ചിട്ടൊന്ന് നോക്കുക, കറക്റ്റ് ആണോ എന്ന് നോക്കുക. കറക്റ്റ് ആണെങ്കിലാണ് കട്ട് ചെയ്തെടുക്കാവുള്ളൂ, ഇല്ലെങ്കിൽ ഷേപ്പ് ചെയ്തിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് കറക്റ്റ് ആ ലൈനുകൾ തമ്മിൽ കറക്റ്റായിട്ട് വരുന്നുണ്ട്. നമ്മുടെ തയ്യൽ തുമ്പിട്ടത് ഇച്ചിരി കൂടിയത് പോയിട്ടുണ്ട്. കുഴപ്പമില്ല, നമ്മൾ 2 ഇഞ്ചല്ലേ തയ്യൽ തുമ്പിട്ട്, അതുകൊണ്ടാണ് കുറച്ച് കൂടുതലായിട്ട് കാണുന്നത്. ഇനി ആ ഒരു ഷേപ്പിൽ കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബിഗിനേഴ്സൊക്കെ ആകുമ്പോൾ കുറച്ച് തയ്യൽത്തുമ്പ് കൂടുതൽ ഇടുക കേട്ടോ, എന്നാലാണ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് കട്ട് ചെയ്ത് മാറ്റാമല്ലോ. അപ്പോൾ ആ സ്ലീവ് നമ്മൾ 2ആയിട്ട് നിവർത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ ഒരു സൈഡ് നമ്മൾ കുഴിച്ച് വെട്ടണം, അതായത് ഫ്രണ്ട് ആം ഹോൾ നമ്മളൊന്ന് കുഴിച്ച് വെട്ടണം. ഒരു 1/2 ഇഞ്ച് ഒന്ന് ഷേപ്പ് ചെയ്ത് വെട്ടുക. ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്താൽ മതി. ഏറ്റവും മുകളിലേക്ക് പോകുന്തോറും കൂർത്ത് വരരുത്, ആ ഒരു റൗണ്ട് ഷേപ്പിൽ തന്നെ വരാനായിട്ട് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കട്ടിങ്ങും കാര്യങ്ങളും. ഇതിൻ്റെ സ്റ്റിച്ചിങ് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ വീഡിയോസ് കാണാൻ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.